സാരമായി ബാധിക്കുന്ന ഒരു കാര്യമാണ്. റെസ്റ്റ് ഇല്ലേ അല്ലെങ്കിൽ പ്രോപ്പർ സ്ലീപ്പ് ഇല്ലേ, അവരുടെ മൊത്തം മെറ്റബോളിക് സിസ്റ്റങ്ങളും കംപ്ലൈൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഇഷ്ടം പോലെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഹലോ ഫ്രണ്ട്സ്, നമുക്കൊരു പുതിയ എപ്പിസോഡിലോട്ട് കിടക്കാം. ലാസ്റ്റ് എപ്പിസോഡ് നമ്മൾ ആരോഗ്യത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഒരു സർഗാറ്റിക് ഋതം ഉണ്ടാവുന്നത്. എന്ന് വെച്ചാൽ നമുക്ക് കിടക്കുന്നതിന് ഭക്ഷണം കഴിക്കുന്നതിനൊക്കെ ടൈം വെക്കുക എന്നുള്ളത്. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് 8 മണിക്ക് 9 മണിക്ക് ഇടയ്ക്ക്, അല്ലെങ്കിൽ 7 മണിക്ക് 8 മണിക്ക് ഇടയ്ക്ക്. അത് നമ്മൾ അലാറം വെച്ചോളൂ. ഇത് കുറച്ച് കാലത്തേക്ക് ആ ഒരു ഋതം കറക്റ്റ് ആവുന്നത് വരെ. ഉച്ചയ്ക്ക് നമ്മൾ 12 മണിക്ക് 1 മണിക്ക് ഇടയ്ക്ക്, അല്ലെങ്കിൽ 1 മണിക്ക് 2 മണിക്ക് ഇടയ്ക്ക്. വൈകുന്നേരം 6 മണിക്കോ 7 മണിക്കോ ഇടയ്ക്ക്, അല്ലെങ്കിൽ 7-നും 8-നും ഇടയ്ക്ക്. ഇങ്ങനെ ഏതെങ്കിലും ടൈം വെച്ച് കിടക്കുന്നതിനൊരു ടൈം. രാത്രി 10 ആകുമ്പം കിടക്കുന്നു, രാവിലെ 6 മണിക്ക് എണീക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കൃത്യമായിട്ട് ആ ഒരു ഋതം ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു നമ്മൾ ആരോഗ്യത്തിൻ്റെ ഒരു നല്ല സ്റ്റെപ്പായിട്ട് നമ്മൾ പറഞ്ഞത്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. ദാറ്റ് ഈസ് എ ഫസ്റ്റ് സ്റ്റെപ്പ്. എൻ്റെ ജീവിതത്തിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് ഈ റിതം കറക്റ്റ് ചെയ്ത് തുടങ്ങിയപ്പോഴാണ്. ഓക്കെ, അടുത്ത നമ്മൾ ഈ എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഉറക്കത്തിൻ്റെ ഇമ്പോർട്ടൻസ്. ഒരു ദിവസം 7 മണിക്കൂറെങ്കിലും നമുക്ക് ഉറക്കം അത്യാവശ്യമാണ്. അത് രാത്രി തന്നെ വേണം താൻ. ഓക്കെ, അതുകൊണ്ട് 7 മണിക്കൂർ സ്ലീപ്പ് കിട്ടണം. ആ സ്ലീപ്പ് ഡിസ്റ്റർബ്ഡ് ആവുന്ന കുറേ കാര്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്നും അതെങ്ങനെ നമുക്ക് മാറ്റാമെന്നും ഒരു നല്ല ഉറക്കം കിട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നുള്ളതും ഞാനിതിൽ ഈ എപ്പിസോഡിൽ പറയാം. അതും എൻ്റെ ഹെൽത്ത് ജേണിയിൽ ഏറ്റവും വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ കാര്യങ്ങളാണ്. ഇതിനെ വളരെ സയൻറ്റിഫിക് ആയിട്ടോ ഒരു ഡോക്ടർമാരുടെ കൺസൾട്ടേഷൻ ഒന്നും ആവശ്യമില്ലാത്ത വളരെ സിമ്പിളായിട്ട് സാധാരണക്കാർക്ക് പ്രാക്ടീസ് ചെയ്യാവുന്ന, ഹെൽത്ത് തിരിച്ചു കൊണ്ടുവരാനായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിൾ കാര്യങ്ങളാണ്. സാരമായി ബാധിക്കുന്ന ഒരു കാര്യമാണ്. റെസ്റ്റ് ഇല്ലേ അല്ലെങ്കിൽ പ്രോപ്പർ സ്ലീപ്പ് ഇല്ലേ, അവരുടെ മൊത്തം മെറ്റബോളിക് സിസ്റ്റങ്ങളും കംപ്ലൈൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഇഷ്ടം പോലെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ രാത്രി ആഹാരം കഴിച്ചാൽ ഒരു 2 മണിക്കൂറെങ്കിലും കഴിഞ്ഞിട്ടേ ഉറങ്ങാം. കാരണം നമ്മൾ ആഹാരം കഴിക്കുന്ന സമയത്ത് വെള്ളമൊക്കെ കുടിക്കും, പ്രോപ്പറായിട്ട് യൂറിനേറ്റ് ഒക്കെ ചെയ്ത് ഒരു 2 hours കഴിഞ്ഞിട്ടേ നമ്മൾ കിടക്കാവൂ. അതാണ് ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. രണ്ടാമത്, നമ്മൾ കിടക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ബെഡ്ഷീറ്റ്, പില്ലോ കവർ, ഇതൊക്കെ കമ്പൽസറി ആയിട്ട് ഒരു 3-4 ദിവസത്തിലേക്ക് മാറ്റണം. കാരണം നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ശരീരത്തിൽ നിന്ന് ഡെഡ് സെൽസുകളെല്ലാം കൊഴിഞ്ഞ് ബെഡ്ഷീറ്റിലും പില്ലോ കവറിലൊക്കെ കൊഴിഞ്ഞ് കിടക്കും. അത് നമ്മൾ വീണ്ടും അത് അവിടെ കിടക്കുകയും അത് അഴുകുകയൊക്കെ ചെയ്യും അല്ലേ. നമ്മുടെ ബോഡിയിലെ സെൽസൊക്കെ നമ്മൾ കാണാൻ കഴിയില്ലെന്നേ ഉള്ളൂ. പക്ഷെ നമ്മൾ ഇൻഹെയിൽ ചെയ്യുമ്പോൾ മൂക്കിൽ കൂടെ നമുക്കത് തിരിച്ച് ഇൻഹെയിൽ ചെയ്യാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. അതങ്ങനെയൊക്കെയുള്ള പല കാരണങ്ങൾ കൊണ്ടും നമ്മൾ ബെഡ്ഷീറ്റൊക്കെ ഒരു 3-4 ദിവസത്തിലൊരിക്കൽ മാറ്റുക എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ്. പല ആൾക്കാരും ബെഡ്ഷീറ്റൊക്കെ ആഴ്ചകൾ കഴിഞ്ഞിട്ടായിരിക്കും മാറുന്നത്. അതൊരു വലിയ ഹെൽത്തിന് നല്ല ഡിസ്റ്റർബ്ഡ് സ്ലീപ്പ് കിട്ടേണ്ട ഒരു കാരണങ്ങളിലൊന്നാണത്. ഓക്കെ, വളരെ നമുക്ക് നല്ല വൃത്തിയില്ലാത്ത ഷീറ്റുകളൊക്കെ കിടക്കുന്നത്. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ബെഡ്റൂമിനകത്ത് ടൂ മച്ച് ക്രൗഡഡ് ആയിട്ട് ഫർണിച്ചർ, ബുക്കുകൾ, അത് ഇതൊക്കെ ഇങ്ങനെ നിറച്ച് വയ്ക്കാം, സാധനങ്ങൾ അടുക്കി വയ്ക്കുക. പല ആൾക്കാരും റൂമിൻ്റെയൊക്കെ മുകളിൽ റാക്കൊക്കെ ചെയ്യും. ഓക്കെ, ഈ റാക്കൊക്കെ ചെയ്തിട്ട് യൂസ് ചെയ്യാത്ത കുറേ ഹാർഡ് ബോർഡൊക്കെ എടുത്ത് മുകളിൽ ഇട്ടിരിക്കും. അപ്പോൾ എന്തെന്ന് വെച്ചാൽ കംപ്ലീറ്റ് പൊടി അടിച്ചിരിക്കും. ഫാൻ ഇടുമ്പോൾ ആ പൊടിയെല്ലാം അടിച്ച് നമുക്ക് തന്നെ തരും, നമ്മൾ തന്നെ അത് ഇൻഹേൽ ചെയ്യും. ഓക്കെ, അത് നമ്മുടെ സ്ലീപ്പിനെ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ചെയ്യും. അപ്പോൾ നമ്മുടെ റൂം എപ്പോഴും നല്ല ക്ലീൻ ആയിരിക്കണം. ഒരു ഡസ്റ്റ് ഒന്നും ഉണ്ടാവില്ല. ബെഡിൻ്റെ അടിഭാഗമൊക്കെ നല്ല ക്ലീൻ ആക്കിയിരിക്കണം. അവിടെ ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം റൂമിൽ നിന്ന് മാറ്റണം. വളരെ പ്ലീസിങ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആയിരിക്കണം. ദാറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഒരു ഡസ്റ്റ് ഒന്നും പിടിച്ച ഒരു സാധനം പോലും ആ റൂമിലില്ല എന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് നല്ല വെന്റിലേറ്റഡ് ആയിട്ടുള്ള റൂമിൽ കിടക്കാന്ന് വെച്ചാൽ ഒരു ജനലിൽ കൂടെ കാറ്റ് കയറാനും വേറൊരു ജനലിൽ കൂടെ കാറ്റ് പോകാനും ഒരു പ്രോപ്പറായിട്ടുള്ള എയർ സർക്കുലേഷൻ ഉള്ള റൂമിൽ കിടക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നല്ലൊരു സ്ലീപ്പിന് സഹായിക്കും. പിന്നെ കിടക്കുന്നതിന് ഒരു 1 മണിക്കൂർ മുമ്പ് ഈ ബ്ലൂ റേസ്, അതായത് ഈ മൊബൈൽ ഫോൺ നോക്കുന്നത് 1 മണിക്കൂർ മുമ്പെങ്കിലും നമ്മൾ മൊബൈൽ മാറ്റി വയ്ക്കണം. എങ്കിലേ നല്ലൊരു സ്ലീപ്പ് കിട്ടുള്ളൂ. പല ആൾക്കാരും മൊബൈൽ നോക്കിക്കൊണ്ട് കിടന്നുറങ്ങുകയാണ്. അതൊക്കെ വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള സ്ലീപ്പിന് സഹായിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് നമ്മൾ മാറ്റി വയ്ക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ രാത്രി കഴിക്കുന്നത് വളരെ ഓവറായിട്ട് ഫുഡ് കഴിക്കുക, ഭയങ്കര ഹെവി ആയിട്ടുള്ള ആഹാരം കഴിച്ചിട്ട് കിടക്കുന്നതും നമ്മളെ സ്ലീപ്പിനെ ഡിസ്റ്റർബ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ പല ആൾക്കാരും രാത്രി വലിയ ഹൊറർ സിനിമകളോ WWF അല്ലെങ്കിൽ അങ്ങനത്തെയൊക്കെ വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ടുള്ള പല കാര്യങ്ങളും കണ്ടിട്ട് കിടന്നുറങ്ങാൻ നോക്കും. അപ്പം രാത്രി മുഴുവൻ വളരെ ബാഡ് ആയിട്ടുള്ള ഡിസ്റ്റർബ്ഡ് ആവുന്ന വിധത്തിലുള്ള സ്വപ്നങ്ങളൊക്കെ കാണുക. അത് വളരെ ഡിസ്റ്റർബ്ഡ് സ്ലീപ്പിന് കാരണങ്ങളൊന്നാണ്. പിന്നെ നമ്മൾ ഏറ്റവും കിടക്കുമ്പം
നമ്മുടെ സ്വപ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് ആ സ്വപ്നങ്ങൾ അച്ചീവ് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നൊക്കെ പറഞ്ഞ് ആലോചിച്ച് കിടക്കാൻ പറ്റിയാൽ നിങ്ങൾ രാവിലെ ഉറക്കം എണീക്കുമ്പോൾ വളരെ എനർജറ്റിക് ആയിരിക്കും. ഓക്കെ, ഈ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കണ്ടിട്ട് കിടന്നുറങ്ങണേക്കാളും നമ്മളെ സ്വന്തം സ്വപ്നങ്ങളെ കുറിച്ച് ഓർത്ത് കിടക്കാൻ പറ്റുമെങ്കിൽ വളരെ നല്ലതായിരിക്കും. ചില ആൾക്കാർ കിടന്നിട്ട് ഉറക്കം വരാത്ത സിറ്റുവേഷൻ കൊണ്ട് എനിക്ക് പലപ്പോഴും വളരെ ഉറക്കം വരാതിരിക്കുന്ന സമയങ്ങളുണ്ട്. പക്ഷേ ആ സമയങ്ങളിലൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നല്ല സ്ട്രെയിറ്റ് കിടന്നതിന് ശേഷം മുഖത്തെ പേശികൾ നല്ല ടൈറ്റായിട്ട് മുറുക്കി വയ്ക്കും ഒരു 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 10 സെക്കൻഡ്. എന്നിട്ട് പതുക്കെ റിലീസ് ചെയ്ത് മുഖത്തെ മസിൽസ് പൂർണ്ണമായിട്ട് എത്ര റിലാക്സ് ചെയ്യാൻ പറ്റുമോ റിലാക്സ് ഫുള്ളായിട്ട് അങ്ങ് റിലാക്സ് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അറിയാതെ ഉറങ്ങിപ്പോകും. ആക്ച്വലി ഞാനത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ വളരെ വർക്കബിളായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഓക്കെ, അതും നല്ല ഡീപ്പായിട്ടുള്ളൊരു സ്ലീപ്പിന് സഹായിക്കും. അപ്പോൾ കാരണം പ്രോപ്പർ റെസ്റ്റ് നമ്മളെ ഹെൽത്തിനെ സാരമായി ബാധിക്കുന്ന ഒരു കാര്യമാണ്. റെസ്റ്റ് ഇല്ലേ അല്ലെങ്കിൽ പ്രോപ്പർ സ്ലീപ്പ് ഇല്ലേ അവരുടെ മൊത്തം മെറ്റബോളിക് സിസ്റ്റങ്ങളും കംപ്ലൈൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. ഇഷ്ടം പോലെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഡിപ്രഷൻ വരാൻ ചാൻസ് ഉണ്ട്. പല കാര്യങ്ങളും സ്ലീപ്പുമായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, ഞാൻ പല ഇൻ്റർവ്യൂസിനൊക്കെ കേട്ടിട്ടുണ്ട്. ആൾക്കാരെയൊക്കെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാനൊക്കെ ഈ ക്രിമിനൽസിനെയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ അവരെ ഉറങ്ങാൻ സമ്മതിക്കാതെ 2 ദിവസം ഉറങ്ങാൻ സമ്മതിക്കാതെ ക്വസ്റ്റ്യൻ ചെയ്യും. 1-2 ദിവസം ഉറങ്ങാൻ സമ്മതിച്ചില്ലെങ്കിൽ അവർ വളരെ ഡിസ്റ്റർബ്ഡ് ആവുകയും അവരെ വലിയ ഫിസിക്കലായിട്ട് യാതൊരു ഹരാസ്മെൻറ്റും ചെയ്യാതെ തന്നെ അവരെല്ലാ സത്യവും പറഞ്ഞു എന്നാണ് പറയുന്നത്. അത്രമാത്രമാണ് ഉറക്കത്തിൻ്റെ ഇമ്പാക്റ്റ് നമ്മുടെ ശരീരത്തിൽ. പ്രോപ്പർ സ്ലീപ്പ് നമ്മുടെ ഹെൽത്തിനെ വളരെ വലിയ രീതിയിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യുന്നത് പ്രോപ്പർ സ്ലീപ്പാണ്. പല ആൾക്കാരും ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചിട്ട് ഉടൻ കിടന്നുറങ്ങാൻ നോക്കും. ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഓക്കെ, നമ്മൾ എപ്പോൾ ആഹാരം കഴിച്ചാലും നമ്മൾ ഫിസിക്കലി എന്തെങ്കിലും ആക്റ്റീവായി തന്നെ ഇരിക്കണം. അതിനുശേഷം ആഹാരം കഴിച്ച് ഉടൻ കിടക്കുന്നത്, പകലുറങ്ങുന്നത് ഇതൊന്നും അത്ര നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഒരു ഹാബിറ്റാണെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ഞാൻ എല്ലാവരും എൻകറേജ് ചെയ്യുന്നത് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള സമയത്ത് എത്രത്തോളം സമയം ആക്റ്റീവായിട്ടിരിക്കാൻ പറ്റും നോക്കണം. ഓക്കെ, രാത്രി കൃത്യമായിട്ടൊരു ടൈം വെച്ചിട്ട് കിടന്നുറങ്ങാനും രാവിലെ ഒരു കൃത്യസമയത്ത് എണീക്കാനും നമുക്ക് പറ്റണം. അങ്ങനെ ആ ഒരു റിതം കറക്റ്റ് ചെയ്താൽ തന്നെ നമ്മളെ ആരോഗ്യം വളരെ വലിയതായിട്ട് നിങ്ങൾക്കറിയാം, നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാവും എത്ര വലിയ ഇമ്പാക്റ്റ് ആണ് നമ്മുടെ ശരീരത്തിൽ ഈ ഒരു ചെറിയ കാര്യം മാറ്റം വരുത്തിയാൽ നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. എനിക്ക് പേഴ്സണൽ ലൈഫിനകത്ത് ഈ ഉറക്കത്തിൻ്റെ കാര്യം മനസ്സിലായിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് രാവിലെ ഒരു വൈകുന്നേരം വരെ ആക്റ്റീവ് ആയിരിക്കണം എൻ്റെ ആവശ്യകത. ഫോർ എക്സാമ്പിൾ ഞാനൊക്കെ മോർണിംഗിൽ എണീറ്റ് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ലെങ്കിൽ ഒരു റൂമിലെ ഒരു തുണിയും കുറച്ച് സ്പ്രെയർ ബോട്ടിൽ ഒരു എന്തെങ്കിലും ഡിസിൻഫെക്റ്റഡ് എന്തെങ്കിലും എടുത്തിട്ട് റൂമിൽ ഒരുമാതിരി ഇങ്ങനെ പൊടിയടിച്ചിരിക്കുന്ന സ്ഥലങ്ങൾ കുറച്ച് വൃത്തികേടായിട്ടിരിക്കുന്ന സ്ഥലങ്ങളും തോന്നി കഴിഞ്ഞാൽ അവിടെയൊക്കെ തുടയ്ക്കുക, അവിടെയൊക്കെ ക്ലീനിങ് ആയിരിക്കും ഞാൻ മാക്സിമം ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്തെല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ചാൽ നമ്മളെ വീടും നല്ല മനോഹരമായിരിക്കും, നമ്മൾ വളരെ ആക്റ്റീവായിട്ടിരിക്കും, നമ്മളെ ഹെൽത്തും നല്ല ഉഷാറായിരിക്കും. അതുകൊണ്ട് എപ്പോഴും ഫിസിക്കലി നമ്മൾ ആക്റ്റീവായിട്ടിരിക്കാൻ നോക്കണം. രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കുന്ന ഒരു 10 മിനിറ്റിന് മേലെ ഇരിക്കുന്ന ഒരു ആക്ടിവിറ്റിക്കകത്തോട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. അഥവാ ഇരുന്നാൽ തന്നെ ഇരിക്കുകയെങ്കിൽ തന്നെ കാലോ കയ്യോ അനക്കിക്കൊണ്ടിരിക്കുക. കാല് വെറുതെ കാലിൻ്റെ ഉപ്പൂറ്റി നമ്മൾ താഴെ തൊട്ടിട്ട് ഫുട്ട് താഴെ തൊട്ടിട്ട് അതിൻ്റെ വിരലുകൾ പൊക്കെ എന്താക്കുകയും ചെയ്യുക, അല്ലെങ്കിൽ വിരൽ അമക്കി വെച്ചിട്ട് ഫുട്ട് പൊക്കെ എന്താക്കുകയും ചെയ്യുക. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഈവൻ TV കാണണമെന്നൊരു സിനിമ കാണണമെങ്കിൽ പോലും നിങ്ങളുടെ കയ്യിൽ 2 സ്മൈലി ബോൾസ് ഉണ്ടെങ്കിൽ ആ ബോൾസ് ഇങ്ങനെ പുഷ് ചെയ്തുകൊണ്ടിരുന്നാൽ പോലും ഇമ്പോർട്ടൻ്റ് ആണ്. എന്നുവെച്ചാൽ മാക്സിമം രാവിലെ മുതൽ വൈകുന്നേരമുള്ള സമയത്ത് മാക്സിമം ആക്റ്റീവായിരിക്കാൻ നോക്കുക. ഒരിക്കലും ആഹാരം കഴിച്ചിട്ട് ഉടൻ തന്നെ ഇരിക്കുക കിടക്കുക എന്നുള്ള സംഭവത്തിലോട്ട് പോകാതെ ചെറിയ ഇങ്ങനത്തെ ആക്ടിവിറ്റി ഇല്ലേ, ക്ലീനിങ്, കുറച്ച് ബുക്സൊക്കെ നമ്മളെ ഷെൽഫിലുണ്ട്, ആ ബുക്സിനെയൊക്കെ താഴെ ഇറക്കി വെച്ച് ക്ലീൻ ചെയ്ത് തിരിച്ചെടുത്ത് വെക്കുന്ന പരിപാടി എന്തെങ്കിലുമൊക്കെ, അല്ലെങ്കിൽ ഗാർഡനിങ്. ഓക്കെ, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഫിസിക്കലി ആക്റ്റീവ് ആയിരിക്കണം. നിങ്ങൾ വീട്ടിൽ സ്റ്റെയർ കേസ് ഒക്കെ അകത്തുണ്ടെങ്കിൽ എപ്പോഴും ചെറിയ കാര്യം എടുക്കാനാണെങ്കിൽ പോലും പിന്നെ പോയി എടുക്കാൻ തീരുമാനിക്കാതെ സ്റ്റെപ്പ് കയറാനായിട്ട് എത്ര പ്രാവശ്യം അവസരം കിട്ടുമോ അത്രയും പ്രാവശ്യം സ്റ്റെപ്പ് കയറാൻ നോക്കുക. ഇതിനെ നോൺ എക്സസൈസ് ആക്ടിവിറ്റി എന്ന് പറയും. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഹെൽത്തിൽ. ഈ റെസ്റ്റ് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നോൺ എക്സസൈസ് ആക്ടിവിറ്റി. അതായത് ചിലവരെങ്ങനെ രാവിലെ 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അന്നത്തെ ദിവസം ഒരു എക്സസൈസും ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ലെന്നാണ് വിചാരിക്കുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട, ജിമ്മിൽ പോയില്ലെങ്കിലും രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തെങ്കിലും ആക്ടിവിറ്റി കൂടെ പോകുന്ന ആൾക്കാർക്ക് ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് ജിമ്മിൽ 1 മണിക്കൂർ പോകുന്ന ആൾക്കാർക്ക് കിട്ടൂല. അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് പകല് മുഴുവൻ ആക്റ്റീവായിരിക്കുക. ഒരിക്കലും ഭക്ഷണം കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കാതിരിക്കുക. രാത്രി നല്ല ഡീപ്പായിട്ടൊരു 7 മണിക്കൂർ മിനിമം സ്ലീപ്പ് എടുക്കുക. രാത്രി നിറച്ച് വെള്ളം കുടിച്ചിട്ട് കിടക്കാതിരിക്കാൻ നോക്കുക. ഓക്കെ, അതൊക്കെ ഇടയ്ക്ക് യൂറിനേറ്റ് ചെയ്യാനായിട്ടൊക്കെ നമ്മൾ എണീക്കേണ്ടി വരും.
ഉറക്കം നമ്മൾ ഡിസ്റ്റർബ്ഡ് ആവും. കഴിയുന്നതും ഒരു 6-7 മണിക്കൂർ ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ നല്ലതായിട്ടുള്ള ഉറക്കം നമുക്ക് ടാർഗറ്റ്. അപ്പോൾ ഉറക്കാനായിട്ടുള്ള മാർഗ്ഗങ്ങൾ നോക്കി അത് കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ ഹെൽത്ത് കറക്റ്റ് ആകാനുള്ള രണ്ടാമത്തെ മാർഗ്ഗം. അപ്പോൾ നമ്മൾ ആദ്യത്തെ മാർഗ്ഗം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഡിസ്കസ് ചെയ്തു, ഒരു സർഗാറ്റിക് ഋതം ഉണ്ടാക്കുക എന്നുള്ള, ആഹാരം കഴിക്കാനും കിടക്കാനും ഒക്കെ ഒരു ടൈം വയ്ക്കുക എന്നുള്ളത്, എല്ലാ ദിവസവും അതേ സമയത്തിന് കഴിക്കുക എന്നുള്ളത് ഒരു ഫസ്റ്റ് കാര്യം. നമ്മൾ ഈ എപ്പിസോഡിൽ നമ്മൾ സംസാരിക്കുന്നത് സ്ലീപ്പിനെ കുറിച്ചാണ്. സ്ലീപ്പ് സംസാരിക്കുമ്പോൾ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ബാക്കിയുള്ള മുഴുവൻ സമയം ആക്റ്റീവായിരിക്കുക. ഒരിടത്തും ഒരു പണിയില്ല, കൈയും കാലം അനങ്ങാത്ത വിധത്തിൽ ഇങ്ങനെ ഇരിക്കാതെ നോക്കുക. ഇപ്പം നിങ്ങൾ ഓഫീസിലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്, ഏതെങ്കിലും ഓഫീസിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന ഒരു ഓഫീസാണെങ്കിൽ 10-15 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്ന് എണീറ്റിട്ടിരിക്കാനെങ്കിലും നോക്കുക. അല്ലെങ്കിൽ എണീറ്റ് ഒരു 2 സ്റ്റെപ്പെങ്കിലും നടന്നിട്ടൊന്നിരിക്കാൻ നോക്കുക. ഇരിക്കുമ്പോൾ തന്നെ കൂടുതൽ സമയം ഇരിക്കുകയാണെന്ന് തോന്നുക, കാലിൻ്റെ ഞാൻ പറഞ്ഞ ആ ഒരു വർക്കൗട്ട് ഉണ്ടല്ലോ, അത് ചെയ്തുകൊണ്ടിരുന്ന് വർക്ക് ചെയ്യുക. ഓക്കെ, കൈയും കാലം ഒന്ന് അനങ്ങാതിരുന്ന് വർക്ക് ചെയ്യുന്ന രീതി കഴിയുന്നത് ഒഴിവാക്കുക. ഒരു 10 മിനിറ്റ്സിൽ കൂടുതൽ നമ്മൾ ഒരേപോലെ ഇരിക്കാതെ നോക്കുക. പകൽ ആവശ്യമില്ലാതെ ഉറങ്ങരുത്. രാത്രി നമുക്കൊരു 7 മണിക്കൂർ ഉറക്കം നിങ്ങൾ നോക്കാമെങ്കിൽ അത് ഹെൽത്തിന് നല്ലതായിട്ട് ബാധിക്കും. ആക്ച്വലി ഞാൻ എൻ്റെ ഗൈഡൻസിനകത്ത് 1-2 ആൾക്കാർക്ക് ഈ ഉറക്കം കറക്റ്റ് ചെയ്തപ്പോൾ തന്നെ അവരുടെ കുറേ പ്രശ്നങ്ങൾ മാറിയതായിട്ട് പിന്നെ അവരെൻ്റെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്ലീപ്പിന് എന്തുമാത്രം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് നോക്കൂ. ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നതൊന്നും ഭയങ്കര സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളോ അങ്ങനെയൊന്നുമല്ല. ഒരു സാധാരണക്കാരന് നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും പറയണമെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സ്ലീപ്പ് നമുക്ക് പ്രോപ്പറായിട്ട് കിട്ടാത്ത ആൾക്കാർക്ക് ചില ആയുർവേദത്തിലെ ചില സാധനങ്ങളൊക്കെ പ്രോപ്പർ സ്ലീപ്പ് കിട്ടാനൊക്കെ സഹായിക്കുന്നതായിട്ടൊക്കെ എനിക്ക് എൻ്റെ അറിവിലുണ്ട്. ഓക്കെ, ഞാനത് എക്സ്പീരിയൻസ് ഉണ്ട്. അശ്വഗന്ധ എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഓക്കെ, ഒരു സപ്ലിമെൻ്റ്, അശ്വഗന്ധ ഒരു സപ്ലിമെൻ്റ് കഴിക്കുന്നുണ്ട്. ആ സപ്ലിമെൻ്റ് എനിക്ക് നല്ല ഡീപ്പായിട്ട് സ്ലീപ്പ് തരാനായിട്ടൊക്കെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അതുപോലത്തെ നല്ല സപ്ലിമെൻ്റ് നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കാം, തീരെ ഉറക്കം കിട്ടാത്ത ആൾക്കാർ. പിന്നെ വേറെ പല സൈക്കോളജിക്കലി ഇഷ്യൂ ഉള്ള ആൾക്കാർക്ക് ഉറക്കം കിട്ടാതാവും. അതൊക്കെ നിങ്ങളൊരു ഡോക്ടറിൻ്റെ ഒരു ഗൈഡൻസ് എടുത്ത് തന്നെ നിങ്ങൾ മുമ്പോട്ട് പോകേണ്ടി വരും. ഓക്കെ, പക്ഷെ നമ്മൾ ജനറലി ഞാൻ പറയുകയാണ്, രാത്രി ഒരു പ്രോപ്പർ സ്ലീപ്പ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല ആൾക്കാരും ബാക്കി എല്ലാ സംഭവവും നോക്കും, സ്ലീപ്പിൻ്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധ കൊടുക്കില്ല. അതവരുടെ ഹെൽത്തിനെ വളരെ മാരകമായി അത് ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് സ്ലീപ്പും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.